ശബരിമല സ്വർണ്ണക്കൊള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി. പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ കടകംപള്ളി സുരേന്ദ്രനെയും വിളിച്ചു വരുത്താനാണ് ഇ ഡി ഒരുങ്ങുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കടകംപള്ളി അടക്കം 12 പേർക്ക് നോട്ടീസ് അയക്കാൻ നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഇ ഡി ഒരുങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, കർണാടകയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയാകും അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യുക. പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ കടകംപള്ളി സുരേന്ദ്രനെയും വിളിച്ചു വരുത്താനാണ് ഇ ഡി ഒരുങ്ങുന്നത്. എന്നാൽ ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ തന്ത്രി കണ്ഠരര് രാജീവർ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം. അതിനിടെ കേസിൽ വിവിധയിടങ്ങളിൽ ഇ ഡി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത തേടി പ്രതികൾക്കും സ്ഥാപനങ്ങൾക്കും ഇ ഡി നോട്ടീസ് അയച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ വിവരങ്ങൾ അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് ജാമ്യം. ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 50 ദിവസം ആകുന്നതിന് മുൻപാണ് ജാമ്യം. ദ്വാരപാലക ശില്പ കേസിൽ മാത്രമാണ് ശ്രീകുമാറിനെ പ്രതിയാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായും സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെയാണ് ജാമ്യം അനുവദിച്ചത്. തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് വാദം മറ്റു പ്രതികൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിൽ KP ശങ്കർദാസിനെ കൂടി ഹാജരാക്കിയിരുന്നു. വൻ പോലീസ് സന്നാഹത്തോടെ വീൽ ചെയറിലാണ് അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുവന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഇ ഡി കടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ എന്താണ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിക്കുന്നത്. പ്രതികൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്.